അതിന്റെ തടി ദീർഘകാലം കേടുകൂടാതെ ഇരിക്കും എന്ന് ചിന്തിച്ചു. കറുത്ത തവിട്ട് നിറമാണ്, ആര് നിറഞ്ഞ തടിയാണ്. ഇതൊക്കെയാണ് കതിരമരത്തിന്റെ ചില പ്രത്യേകതകളായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് ഇടയായത്. ആ കതിരമരം സമാഗമന കൂടാരത്തിന്റെ തൂണുകളായതുപോലെ യാതൊരു ഭംഗിയോ ഗുണമോ ഇല്ലാതിരുന്ന പാപത്താൽ നിറയപ്പെട്ട മനുഷ്യവർഗത്തെ ദൈവം വിളിച്ചു വേർതിരിച്ച് ദൈവസഭയുടെ തൂണുകളാക്കി എന്നുള്ളതാണ് അതിന്റെ ആത്മീയ പാഠം നമുക്ക് ചിന്തിപ്പാനിടയായത്. ഇന്ന് അതിന്റെ തുടർച്ചയായി തന്നെയുള്ള മറ്റു ചില കാര്യങ്ങളാണ് നാം ചിന്തിച്ചാരംഭിക്കുന്നത്. ഈ കതിരമര തൂണുകൾ സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിന് ചുറ്റിലും നിർത്തിയതായ തൂണുകളായിരുന്നു. ആ തൂണുകളോടുള്ള ബന്ധത്തിൽ 2-3 കാര്യങ്ങളും കൂടെ ഓർപ്പിക്കാം. അതിൽ ഒരു കാര്യം, കതിരമരത്തിന്റെ തൂണുകൾ ഉറപ്പിച്ചിരുന്നത് താമ്ര ചുവടുകളിന്മേലാണ്. താമ്ര ചുവടുകൾ, അതാണ് ഒരു സൈഡ് ഹെഡിങ് ആയിട്ട് എഴുതേണ്ടത്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ മൈക്രോഫോൺ ഫിറ്റ് ചെയ്യുന്ന സ്റ്റാൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അതിന്റെ ആ സ്റ്റാൻഡ് നിർത്തിയിരിക്കുന്നത് ചുവട്ടിലുള്ളതായിരിക്കുന്ന ഒരു ചുവടിന്മേലാണ്. ആ ചുവടിൽ ഉള്ളതായിരിക്കുന്ന ഹോളിലേക്ക് അത് ഇറക്കിയിട്ടാണ് അതിനെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. അതുപോലെ കതിർമര തൂണുകൾ നിർമ്മിച്ച് സമാഗമന കൂടാരത്തിന്റെ ചുറ്റിലും നിർത്തിയിരിക്കുന്നത്, മണലിന്മേൽ സ്ഥിതി ചെയ്യുന്ന ഈ സമാഗമന കൂടാരത്തിന്റെ തൂണുകൾ നിർത്തിയിരിക്കുന്നത് താമ്രം കൊണ്ടുള്ള ചുവടുകളിന്മേലാണ്. താമ്രത്തിന്റെ ചുവടുകൾ ഉണ്ടാക്കി അതിലാണ് ഈ തൂണുകൾ ഉറപ്പിച്ചിരിക്കുന്നത്. ഇവിടെ താമ്രം യേശുക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. താമ്ര ചുവട് ആരെ സൂചിപ്പിക്കുന്നു? യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുകയാണ്. അതായത് താമ്രം അഥവാ പിച്ചള എന്ന് വേണമെങ്കിൽ പറയാം. ആ താമ്രം തീയിൽ കൂടെ അതിന്റെ പണിക്കാരൻ കടത്തിവിട്ട് അതിന്റെ രൂപമുണ്ടാക്കിയ ചുവടിന്റെ രൂപമുണ്ടാക്കി വെളിയിൽ പോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു ദൈവ ക്രോധാത്മയിൽ കൂടെ കടന്നുപോയി അവൻ വെളിയിൽ വന്നവനാണ്. മനസ്സിലായോ? ക്രൂശിന്മേൽ കർത്താവ് മരിച്ച് തുടർന്നവൻ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ ഈ താമ്ര ചുവട് തീയിൽ കൂടെ കടന്നുപോയി രൂപം പ്രാപിച്ചു വന്നതുപോലെ ആണ്. അപ്പോൾ തൂണുകൾ ദൈവമക്കളെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ദൈവമക്കളെ മരുഭൂമിയിൽ നിൽക്കേണ്ടത് ആരിലാണ്? യേശുക്രിസ്തുവിലാണ് എന്നാണ് ആ സത്യം വെളിപ്പെടുത്തുന്നത്. മരുഭൂമിയിൽ എപ്പോഴും ഒരു കാലാവസ്ഥയായിരിക്കത്തില്ല. അവിടെ കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും ഒക്കെ സാധാരണ ഉണ്ടാകുന്ന സ്ഥലമാണ് മരുഭൂമി. ആ മരുഭൂമിയിൽ തൂണുകൾ താഴെ വീഴാതെ ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ താമ്ര ചുവടിന്മേൽ ഉറപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ ഈ ലോകമാകുന്ന മരുഭൂമിയിൽ വിശ്വാസികൾ വീഴാതെ ഉറച്ചു നിൽക്കുന്നതിന്റെ കാരണം നമ്മുടെ അടിസ്ഥാനം ആരിലായതുകൊണ്ടാണ്? ക്രിസ്തുയേശുവിലായതുകൊണ്ടാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ എത്രയോ കൊടുങ്കാറ്റ് പോലെ ചുഴലിക്കാറ്റ് പോലെ
പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ടപ്പോൾ നാം വീഴാതെ നിന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? യേശു ക്രിസ്തുവിലായിരുന്നു നമ്മുടെ അടിസ്ഥാനത്തിന്റെ ഒരു ചുവടാണ് നമ്മുടെ കർത്താവായ ക്രിസ്തു. അതുകൊണ്ട് നാം ഇളകിപ്പോകാതെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിപ്പാനായിട്ടുള്ളത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? നാം ക്രിസ്തുവിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി നിൽക്കണം എന്നാണ് അവിടെ കാണുന്നത്. വാക്യം കുറിച്ച് കൊലോസ്യ ലേഖനം 2-ന്റെ-7-ാം വാക്യം. അപ്പോൾ താമ്ര ചുവട് ആരെ കുറിക്കുന്നു? ക്രിസ്തുവിനെ കുറിക്കുന്നു. ആ ക്രിസ്തുവാകുന്ന താമ്ര ചുവടിൽ മേലാണ് മരുഭൂമിയിൽ നിൽക്കുന്ന ദൈവമക്കൾ കാറ്റുകളും പ്രശ്നങ്ങളും ജീവിതത്തിൽ നേരിടുമ്പോൾ വീഴാതെ നിൽക്കുന്നത് എന്നാണ് അതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ, തൂണുകളോടുള്ള ബന്ധത്തിൽ ചിന്തിപ്പാനുള്ളത്, അത് താമ്ര കുറ്റികളെ സംബന്ധിച്ചാണ്. താമ്ര കുറ്റികൾ എന്ന് പറഞ്ഞാൽ ഈ തൂണിന്റെ മുകൾ ഭാഗത്ത് കയറ് കെട്ടി, നമുക്കറിയാമല്ലേ, ടെന്റ് അടിക്കുന്ന കണ്ടിട്ടില്ലേ? ടെന്റിനെ താങ്ങി നിർത്തുന്ന തൂണുകള് മുകളിൽ കയറ് കെട്ടി അവിടുന്ന് അല്പ ദൂരെ കുറ്റികൾ അടിച്ച കുറ്റിയുമായിട്ട് കയറ് കെട്ടി എന്ത് ചെയ്തിരിക്കുക? ബന്ധിച്ചിരിക്കുകയല്ലേ? മനസ്സിലായോ? അതുപോലെ ഈ തൂണുകളിന്റെ മുകളിൽ കയറുകൾ കെട്ടിയ ശേഷം അതിനെ മാറ്റി അടിച്ചിരിക്കുന്ന ആ കുറ്റിയുമായിട്ട്, ഭൂമിയിൽ അടിച്ചിറക്കിയിരിക്കുന്ന കുറ്റിയുമായിട്ട് ബന്ധിച്ചിരിക്കുകയാണ്. അത് ചില ആത്മീയ അർത്ഥങ്ങളാണ് നമുക്ക് അവിടെ കാണാനുള്ളത്. ഇവിടെ പുറപ്പാട് പുസ്തകം 38-ാം അധ്യായം 20-ാം വാക്യത്തിൽ അത് കാണാൻ കഴിയും. അപ്പോൾ ഈ താമ്ര കുറ്റികൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കുറ്റികൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കുറ്റികൾ ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? താമ്ര ചുവടിൽ മേൽ നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഈ തൂണുമായിട്ട് ഭൂമിയിൽ അടിച്ചിറക്കിയിരിക്കുന്ന കുറ്റിയുമായിട്ടും ഇതിനെന്തുണ്ട്? ബന്ധമുണ്ട്. അതുകൊണ്ടാണ് വീഴാതെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശ്വാസികൾ മരുഭൂമിയിൽ ഉറച്ചു നിൽക്കുവാനുള്ളതായിരിക്കുന്ന മറ്റൊരു കാരണം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട് എന്നാണ് ആ സത്യം വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാമല്ലോ, 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം അവനിൽ ഒവ്വൊന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. വേദപുസ്തകത്തിൽ ഏതാണ്ട് 3127 വാഗ്ദത്തങ്ങളുണ്ടെന്ന് വേദപണ്ഡിതന്മാര് കണ്ടുപിടിച്ചിരിക്കുന്നത്. 3127 വാഗ്ദത്തങ്ങൾ ദൈവവചനത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ആർക്കു വേണ്ടിയുള്ളതാണ്? ഒരു ദൈവ പൈതലിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ തൂണുകളാകുന്ന നമ്മൾക്കതിനെ ഒരു മെസ്സേജായിട്ട് രൂപപ്പെടുത്തിയാൽ, തൂണുകളായിരിക്കുന്ന വിശ്വാസികൾ ഈ മരുഭൂമിയിൽ വീഴാതെ ഉറച്ചു നിൽക്കുവാൻ കാരണം ക്രിസ്തുവാകുന്ന ആ താമ്ര ചുവടിന്മേൽ ഉറപ്പിച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല, താമ്ര കുറ്റികളാകുന്ന ദൈവിക വാഗ്ദത്തങ്ങളുമായി അതിനെ ബന്ധിച്ചിരിക്കുന്നു എന്നുള്ളതും മറ്റൊരു സത്യമാണ് എന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. നമ്മെ ബലപ്പെടുത്തുന്ന അനേക വാഗ്ദത്തങ്ങൾ ദൈവത്തിലുണ്ടല്ലേ?
തീർച്ചയായും നമ്മെ ബലപ്പെടുത്തുന്ന ഓരോ വാഗ്ദത്തങ്ങൾ ഓർത്ത് അതിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് സ്തുതിക്കാം. മാനുഷികമായ വാക്കുകൾ മാറിപ്പോകുമ്പോൾ, മറന്നു പോകുമ്പോൾ, ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം വാക്ക് നിറവേറ്റുന്ന ദൈവമാണ്. ഇനി അതിനുള്ള ബന്ധത്തിൽ മറ്റൊരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കുവാനുള്ളത്, തൂണുകളും കുറ്റിയുമായിട്ട് ബന്ധിച്ചിരിക്കുന്ന കയറിനെ സംബന്ധിച്ചാണ്. കയർ, സൈഡ് ഹെഡിങ് ആയിട്ട് എഴുതിക്കോ, കയർ. അപ്പോൾ കുറ്റിമേൽ ബന്ധിച്ചിരിക്കുന്ന ഈ കയറ് നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. കർത്താവിന്റെ സ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പ്രസ്താവിച്ചിരിക്കുന്ന ആ കാര്യമാണ് വെളിപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിൽ അത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് പൗലോസ് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അത് നമ്മെ സ്നേഹിച്ച സ്നേഹം എത്രയോ വലുതല്ലേ. ഭാവികളായിരിക്കുമ്പോൾ, നാം കർത്താവിനോട് ശത്രുക്കളായിരിക്കുമ്പോൾ, നാം ബലഹീനരായിരിക്കുമ്പോൾ സ്നേഹിച്ചതാ നമ്മളെ. നമ്മൾ കർത്താവിനെ സ്നേഹിച്ചതുകൊണ്ട് കർത്താവ് സ്നേഹിച്ചതല്ല, പിന്നെയോ കർത്താവ് നമ്മെ ഇങ്ങോട്ട് സ്നേഹിപ്പാനിടയായി. ആ സ്നേഹമാണ് ഇവിടെ കയറ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു നല്ല മെസ്സേജ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിയും. തൂണുകൾ ആരെ കുറിക്കുന്നു? വിശ്വാസികളെ കുറിക്കുന്നു. തൂണുകൾ ഉറപ്പിച്ചിരിക്കുന്ന താമര ചുവട് ആരെ കുറിക്കുന്നു? ക്രിസ്തുവിനെ കുറിക്കുന്നു. ആ തൂണ് ബന്ധിച്ചിരിക്കുന്ന കുറ്റി എന്തിനെ കുറിക്കുന്നു? ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തങ്ങളെ കുറിക്കുന്നു. മാത്രമല്ല, തൂണും കുറ്റിയുമായി ബന്ധിച്ചിരിക്കുന്ന കയറ് അത് കർത്താവിന്റെ സ്നേഹത്തെയാണ് കുറിക്കുന്നത്. തീർച്ചയായും ഒരു മെസ്സേജ് ഒക്കെ പറയുന്ന അവസരത്തിൽ ഇതൊരു നല്ല മെസ്സേജായിട്ട് നമുക്ക് രൂപപ്പെടുത്തി എടുക്കുവാനായിട്ട് കഴിയും. ഇങ്ങനെയാണ് ഈ ലോകമാകുന്ന മരുഭൂമിയിലായിരിക്കുന്ന വിശ്വാസികൾ പ്രതികൂലമായിരിക്കുന്ന കാറ്റുകൾ അടിച്ചാലും മരുഭൂമിയിൽ വീണു പോകാതിരിക്കുന്നതിന്റെ കാരണം ഈ തൂണാകുന്ന വിശ്വാസി താമര ചുവടിന്മേൽ നിൽക്കുന്നത് പോലെ ക്രിസ്തുവാകുന്ന ചുവടിന്മേലാണ് നിൽക്കുന്നത്. മാത്രമല്ല, മാറ്റി അടിച്ചിരിക്കുന്ന കുറ്റി, താമ്ര കുറ്റി, അത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ ബന്ധിച്ചിരിക്കുന്ന കയർ ദൈവ സ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വിശ്വാസി വീണുപോകാതെ ഉറച്ച് ഈ ലോകമാകുന്ന മരുഭൂമിയിൽ നിൽക്കുവാനായിട്ടിടയാകുന്നതെന്ന് നമുക്കൊരു നല്ല സന്ദേശം അതിൽ കൂടെ പറയുവാനുണ്ട്, നമുക്ക് ഗ്രഹിക്കുവാനുണ്ട് എന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇനി നമ്മള് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിപ്പാൻ പോകുകയാണ്. സമാഗമന കൂടാരത്തിന്റെ 1-ാം ഭാഗമായിരിക്കുന്ന പ്രാകാരത്തിൽ വെച്ചിരിക്കുന്ന ആദ്യത്തെ ഉപകരണമായ യാഗപീഠത്തെ കുറിച്ചാണ് തുടർന്ന് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് മെയിൻ ഹെഡിങ് യാഗപീഠം എന്നുള്ളതാണ്. യാഗപീഠം, അതിൻ്റെ വാക്യങ്ങളും കൂടെ അതിനോട് ചേർത്ത് എഴുതണം. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും, പുറപ്പാട് 27-ന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും, 38-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളുമാണ് സമാഗമന കൂടാരത്തിൽ വെച്ചിരിക്കുന്ന
യാഗപീഠത്തെ സംബന്ധിച്ച് പ്രസ്താവിച്ചിരിക്കുന്ന ഭാഗങ്ങൾ. വാക്യങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തല്ലോ? ഓക്കെ. അപ്പൊ അതിനെക്കുറിച്ച് ഒരു വിവരണം പറഞ്ഞാൽ, പ്രാകാരത്തിലേക്ക് പ്രവേശിക്കുന്നതായ ഒരു വ്യക്തി ആദ്യം അവിടെ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഈ യാഗപീഠമാണ്. ഈ യാഗപീഠത്തിന് 5 മുഴം നീളവും 3 മുഴം ഉയരവും 5 മുഴം വീതിയുമാണ് ഉള്ളത്. എന്നോട് പറയാം, 5 മുഴം നീളം, 3 മുഴം ഉയരം, 5 മുഴം വീതി. അതിന്റെ സംബന്ധിച്ച് നാം ചിന്തിച്ചാൽ, ഖദിരമരം കൊണ്ട് അകം ഉൾവശം പൊള്ളയായിട്ടാണ് ഈ യാഗപീഠം ഉണ്ടാക്കിയിരിക്കുന്നത്. പൊള്ള എന്ന് പറഞ്ഞാൽ അതിങ്ങനെ നിവർത്തി വെച്ചാൽ അതിന്റെ അടിഭാഗത്തും ഇല്ല, മോള് ഭാഗത്തും ഒന്നുമില്ല, വെറും ആ നിലയിലാണ് യാഗപീഠം ഏത് മരം കൊണ്ട്? ഖദിരമരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. എന്നിട്ട് താമ്രത്തകിട് കൊണ്ട് ഇത് പൊതിഞ്ഞിരിക്കുകയാണ്. അകവശവും പുറവശവും താമ്രത്തകിട് കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? പൊതിഞ്ഞിരിക്കുന്നു. അകവും പുറവും പൊതിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആ യാഗപീഠം നിലത്ത് അങ്ങനെ വെച്ചാൽ അതിന് 4 വശങ്ങളിലേക്ക് 4 മൂലയുണ്ടല്ലോ, 4 മൂലകളിലും 4 വശത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന കൊമ്പുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. അതും ഖദിരമരം കൊണ്ടുണ്ടാക്കി താമ്രം പൊതിഞ്ഞിരിക്കുന്ന 4 കൊമ്പുകൾ 4 വശങ്ങളിലേക്കും തിരിഞ്ഞിരിക്കുന്നത് കാണാം. അതുപോലെ താമ്ര യാഗപീഠത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ പകുതിയോളം താമ്ര കമ്പി വല കൊണ്ട് 4 വശവും ഇങ്ങനെ ബന്ധിച്ചിട്ടുണ്ട്. താമ്ര ജാലം എന്നാണ് അതിന് പറയാറുള്ളത്. കമ്പി വലയിട്ട് 4 വശവും ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. ഇനി വേറൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? അതിന്റെ 2 വശങ്ങളിലായിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 4 വളയങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട്. വളയങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിന്റെ സൈഡിൽ കണ്ടോ വളയം പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടോ, ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ. അതുപോലെ യാഗപീഠത്തിന്റെ അങ്ങേ വശത്തും ഇങ്ങേ വശത്തും ഈ 2, അപ്പം മൊത്തം 4 വളയങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ വളയങ്ങൾ പിടിപ്പിച്ചിരിക്കുന്നത്? അതിനകത്തുകൂടെ 2 സൈഡിലും താമ്രം കൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന തണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീളമുള്ള ഈ ചുമലിൽ വെച്ച് എടുത്തുകൊണ്ട് പോകത്തക്ക രീതിയിലുള്ള തണ്ടുകൾ ചെലുത്തുന്നതിന് വേണ്ടിയാണ് വളയങ്ങൾ പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പം കാണിച്ചു തരാൻ ഒരു നിവൃത്തിയില്ല.
എനിക്ക് പറയാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. ഈ ബസ്ലിയലിന്റെ മേലും ഒഹോലിയാവിന്റെ മേലും ദൈവം ജ്ഞാനാത്മാവിനെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കാരണം ഞാൻ പറയുന്ന ഉടനെ അത് മനസ്സിലാകണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ മനസ്സിലായെങ്കിൽ മാത്രമേ അത് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ വളയങ്ങളിൽ രണ്ടു വശത്തും തണ്ടുകൾ ചെലുത്തിയാണ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുമ്പോൾ ഇത് തോളിൽ വെച്ചുകൊണ്ട് പോകാനുള്ള സൗകര്യത്തിനാണ് അങ്ങനെ വളയങ്ങളിൽ തണ്ടുകൾ ചെലുത്തിയിരിക്കുന്നത്. അത് ഒരു പ്രത്യേകതയാണ്. ഇനി യാഗപീഠത്തോടുള്ള ബന്ധത്തിൽ മറ്റ് ഒരു കാര്യം പറയാനുള്ളത്, ഈ യാഗപീഠത്തിൽ യാഗം നടക്കുമ്പോൾ അല്ലെങ്കിൽ നടന്നു കഴിയുമ്പോൾ യാഗപീഠത്തിന്മേൽ ഉപയോഗിക്കുന്ന മറ്റ് ചില ഉപകരണങ്ങളുണ്ട്. യാഗപീഠത്തോടുള്ള ബന്ധത്തിൽ മറ്റ് ചില ഉപകരണങ്ങളുണ്ട്. അതേതൊക്കെയാന്ന് പറയാം. ഒന്ന് ചട്ടുകം. അതെന്തോന്ന് പറയണ്ടല്ലോ അല്ലേ, നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടോ? ചട്ടുകം, ചട്ടികൾ, ചട്ടി. അടുത്തത് കിണ്ണം. അടുത്തത് മുൾക്കൊളുത്ത്. മുൾക്കൊളുത്ത്. അടുത്തത് തീക്കലശം. അപ്പോൾ ചട്ടുകം, ചട്ടി, കിണ്ണം, മുൾക്കൊളുത്ത്, തീക്കലശം. ഇത്രയും ഉപകരണങ്ങൾ യാഗപീഠത്തിൽ ഉപയോഗിക്കുന്ന മറ്റ് ഉപകരണങ്ങളാണ് എന്നുകൂടെ വ്യക്തമാകണം. എന്തിനായിരിക്കും ചട്ടി? യാഗം നടന്നു കഴിയുന്ന ഉടനെ ചാരം വാരാനാണ് കേട്ടോ. ചാരാൻ, അത് കറി വെക്കാനൊന്നുള്ളതല്ല, ചാരം വാരാനുള്ളതാണ്. പുരോഹിതൻ തന്നെ ദഹിച്ച ചാരം വാരി ആദ്യം അത് യാഗപീഠത്തിന്റെ കിഴക്കുവശത്തിടണം. അത് കഴിഞ്ഞ ശേഷം ചൂടാറിക്കഴിയുമ്പോൾ ചട്ടിക്കകത്ത് തന്നെ ചാരം വാരി പാളയത്തിന്റെ വെളിയിൽ കൊണ്ടുപോയി കളയണം. അത് അപ്രമാണം. അതിനാണ് ചട്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ചട്ടുകം. ചട്ടുകം എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുവരുന്നതായിരിക്കുന്ന യാഗവസ്തുക്കളുണ്ട് അല്ലെ, ദോശ, മലര്, അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനാണ് ചട്ടുകം. കിണ്ണം. എന്തിനാ കിണ്ണം? അതിന് രക്തം എടുത്തു വെക്കാനുള്ളതാണ്. യാഗ മൃഗത്തെ അറുക്കുമ്പോൾ അതിന്റെ രക്തം എടുക്കണം, കുറച്ചെടുത്ത് മാറ്റി വെക്കണം. അതിനു വേണ്ടിയുള്ളതാണ് കിണ്ണം. മുൾക്കൊളുത്ത് എന്തിനു വേണ്ടിയുള്ളതാ? മുൾക്കൊളുത്ത് യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും കഷണം തീയിലേക്ക് ഇരിക്കുന്നില്ലെങ്കിൽ മുൾക്കൊളുത്ത് കൊണ്ടാണ് അതിനെ കുത്തിയെടുത്ത് എന്ത് ചെയ്യേണ്ടത്? ഒന്നുകൂടെ തീക്കകത്തേക്ക് എടുത്തു വെക്കേണ്ടത്. അതിനാണ് അങ്ങനെയൊക്കെ കുത്തുമ്പോഴാണ് ചിലർ പറയാറുള്ളത് പാസ്റ്റർ എന്നെ വചനത്തിൽ കൂടെ കുത്തിയെന്നൊക്കെ. എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ മുൾക്കൊളുത്ത് വേണം. മുൾക്കൊളുത്ത് ആവശ്യമുണ്ട്. ഒരല്പം മാറിയായിരിക്കുന്നെങ്കിൽ ഓരോരുത്തരെയും കുത്തിയെടുത്ത് തീക്കകത്ത് വെക്കാനാണ് മുൾക്കൊളുത്ത്. പണ്ടൊരിക്കൽ നമ്മുടെ തിരുവല്ലായിൽ കുമ്മനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ബുക്ക് സ്റ്റോളുകളുണ്ട്. അവിടെ ബൈബിളുകൾ വിൽക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഈ ഒത്തുവാക്യങ്ങളുള്ള ബൈബിളുണ്ട് അവിടെ. ഒരു വാക്യത്തോട് ചേർന്ന് മറ്റു വാക്യങ്ങൾ എഴുതിയിരിക്കുന്ന ബൈബിൾ അവിടെ കിട്ടും. അപ്പൊ ആരോ ഒരിക്കൽ അവിടേക്ക് പോയ ദേവദാസനോട് പറഞ്ഞു, പാസ്റ്റർ വരുമ്പോ എനിക്കൊരു കുത്തുവാക്യമുള്ള പുസ്തകം കൂടെ
വാങ്ങിച്ചുകൊണ്ട് വരണം. അദ്ദേഹം ചിന്തിച്ചത് കുത്തുവാക്യമെന്നാണ്. ആ ഒത്തുവാക്യം എഴുതിയ പുസ്തകം അവിടെ ഇരിക്കുന്നത്. പക്ഷെ ആ ആളോർത്തത് ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുത്താൻ വേണ്ടിയുള്ള പുസ്തകം ഉണ്ടെന്നാ ഓർത്തത്. കുത്തുവാക്യമല്ല കേട്ടോ, കുത്തുവാക്യമാണ്. ഇന്ന് അങ്ങനൊന്നും ആരും കുത്താറില്ല. പണ്ടൊരിക്കൽ സഭായം നടന്നുകൊണ്ടിരിക്കുമ്പോ അഭിപ്രായ വ്യത്യാസമുള്ള രണ്ടുപേര് മുമ്പിലും പുറകിലും വന്നിരുന്നു. മുമ്പിലും പുറകിലും രണ്ടുപേരും കണ്ടാൻ മിണ്ടത്തില്ല, സ്തോത്രം പറയത്തില്ല, ഭയങ്കര ഇണക്കത്തിലിരിക്കുക. അപ്പൊ പുറകിരിക്കുന്ന ആൾക്ക് തോന്നി ഒരു വാക്യം കൊണ്ട് മുമ്പിലിരിക്കുന്ന ആൾക്കിട്ടൊന്ന് കുത്തിയാൽ കൊള്ളാവും. അദ്ദേഹം ഒരു വാക്യം പറഞ്ഞ് ഏതാണെന്നറിയാമോ? എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു എന്നൊരു വാക്യമില്ലേ? അപ്പൊ മുമ്പിലിരിക്കുന്ന ആൾക്കിട്ട് കൊടുത്തതാണ്. മുമ്പിലിരിക്കുന്ന ആള് മോശമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇപ്പം എന്റെ ദൈവം എന്റെ പുറകിലേക്ക് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. പോരെ, രണ്ടുപേരും സമാധാനമായെന്നാ ഞാൻ കേട്ടത്. പോകട്ടെ, ഞാൻ ഇടയ്ക്ക് ഓർത്തപ്പം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ നിലകളിലാണ് യാഗപീഠം വെച്ചിരിക്കുന്നത്, അതിന്റെ ഉപകരണങ്ങളോടുകൂടെ. നമുക്ക് യാഗപീഠത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപായിട്ട് വേദപുസ്തകത്തിൽ യാഗത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. തിരുവചനം പഠിക്കുമ്പോൾ അതിന്റെ കാര്യകാരണ സഹിതമാണല്ലോ നമ്മൾ പഠിക്കേണ്ടത്. സമാഗമന കൂടാരത്തിൽ യാഗത്തിനുള്ളതായിരിക്കുന്ന പ്രമാണം ദൈവം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ യാഗപീഠം പണിത് ദൈവത്തിന് യാഗം കഴിച്ച പല സാഹചര്യങ്ങൾ നമുക്ക് ദൈവത്തിൽ കാണാൻ കഴിയും, അല്ലേ? എന്നാൽ യാഗത്തെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ഉത്ഭവത്തിന്റെ വ്യക്തമായ കാര്യമൊന്നും വേദപുസ്തകത്തിൽ നമുക്ക് ആദ്യം കാണാനായിട്ട് കഴിയുന്നില്ല. ആദ്യം നടന്ന യാഗം ആരുടെ യാഗമാണ്? കയീന്റെയും ഹാബേലിന്റെയും യാഗമാണ്, അല്ലേ? കയ്യനും ഹാബേലും യാഗം കഴിച്ചതിനെ കുറിച്ചാണ് ആദ്യം വേദപുസ്തകത്തിൽ നമുക്ക് ഉൽപ്പത്തി 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നത്, അല്ലേ? ആ യാഗങ്ങളിൽ ഹാബേലിന്റെ യാഗത്തിൽ ദൈവം എന്ത് ചെയ്തു? പ്രസാദിച്ചു. കയ്യന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. എബ്രായലേഖനം 11:4 എന്താ വായിക്കുന്നത്? ഹാബേൽ ദൈവത്തിന് പ്രസാദമായ ഉത്തമമായ യാഗം കഴിച്ചു എന്നാണ്. അപ്പോൾ ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, ഇല്ലേ? കയ്യന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. ഉടനെ അവന്റെ മുഖം വാടി, അല്ലേ? ഉടനെ ദൈവം കയ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ? നീ നന്മ ചെയ്തുവെങ്കിൽ പ്രസാദിക്കില്ല, അല്ലേ? ആണെങ്കിൽ ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? ഈ യാഗത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു അറിവ് നന്മ ചെയ്യുന്ന ഒരാൾക്ക് നേരത്തെ ലഭിച്ചിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടല്ലേ ഹാബേല് കയീന്റേതിൽ ഉത്തമമായ യാഗം കഴിച്ചതുകൊണ്ടല്ലേ? ആ ഒരു അറിവില്ലായിരുന്നുവെങ്കിൽ ഹാബേൽ ആ യാഗം കഴിക്കും. അവന്റെ സഹോദരനായിരിക്കുന്ന കയീനോട് ദൈവം ചോദിക്കുന്നത്, നീ നന്മ ചെയ്തായിരുന്നുവെങ്കിൽ നിന്റെ യാഗത്തിൽ പ്രസാദം ഉണ്ടാകത്തില്ലായിരുന്നു എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും നേരത്തെ ഇതിനെ സംബന്ധിച്ചുള്ള അറിവ് ലഭിച്ചിരുന്നു എന്ന് നമുക്ക് ന്യായമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ അതിന്റെ വ്യവസ്ഥയുണ്ട്, വ്യവസ്ഥ ലഭിച്ചിരുന്നു. അപ്പൊ അത് ലഭിച്ചത് വിശ്വാസം, അതിലുള്ളതായി വിശ്വാസം ലഭിച്ചത് കേൾവിയാൽ. റോമാലേഖനം 10:17 അതാ പറയുന്നത്. എന്താ? വിശ്വാസം കേൾവിയാലും
കേൾവി ദൈവത്തിന്റെ വചനത്താലും അത്രേ വരുന്നത് എന്നാ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യായമായി ചിന്തിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, ഇവർ രണ്ടുപേരും യാഗത്തെക്കുറിച്ചും ഇത് നന്മയാണെന്നതിനെ കുറിച്ചും അവർ കേട്ടിരുന്നു. ആരിൽ നിന്നായിരിക്കും കേട്ടതെന്നറിയാമോ? അവരുടെ പിതാവായിരിക്കുന്ന ആദാമിൽ നിന്ന് തന്നെ കേട്ടിരുന്നുവെന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കാം. അതിനൊരു കാരണം ഞാൻ പറയാം. ആദാമിന് ആ സംഗതി അറിയായിരുന്നു എന്നുള്ളതിന്റെ ഒരു കാരണം പറയാം. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ കരുതലത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന ആദാം പാപം ചെയ്തത് മുഖാന്തരം ദൈവത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? അന്യപ്പെട്ടു പോയി. അവനിൽ ആത്മീയ മരണം സംഭവിച്ചു. ബാഹ്യമായി അവന്റെ തേജസ് നഷ്ടപ്പെട്ട് അവൻ നഗ്നനായി തീരുവാനിടയായി. അതുകൊണ്ടാണ് ആദാം എന്ത് ചെയ്തത്? അത്തിയില കൂട്ടിത്തുന്നി അരയാടയായിട്ട് ഉപയോഗിച്ചത്. അല്ലായിരുന്നുവെങ്കിൽ ഈ വസ്ത്രത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. മനുഷ്യനെ ദൈവം ഉടുപ്പിച്ചിരുന്നത് തേജസ് കൊണ്ടാണ്. ആ തേജസ് ഉണ്ടായിരുന്നത് കൊണ്ട് അവന് നാണം തോന്നിയില്ല. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ അവന് മനസ്സിലായി, ഞാൻ നഗ്നനാണ്. അതുകൊണ്ട് നഗ്നത മറയ്ക്കുവാൻ വേണ്ടിയാണ് അത്തിയില മറിച്ച് അത് കൂട്ടിത്തുന്നി എന്ത് ചെയ്തത്? അരയാട ഉണ്ടാക്കി അവര് ഉടുക്കുവാനിടയായി. അപ്പൊ ആദ്യം തയ്യൽ തുടങ്ങിയത് ഏദൻ തോട്ടത്തിലാണ് കേട്ടോ. അതുകൊണ്ട് എത്ര വില കൂടിയ വസ്ത്രം ധരിച്ചാലും നമ്മൾ പ്രശംസിക്കരുത്. കാരണം ഇത് ഉടുക്കാൻ ഇടയായല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുകയാണ് വേണ്ടത്. കാരണം ദൈവം തന്ന തേജസ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് മനുഷ്യന് വസ്ത്രം ഇന്ന് ആവശ്യമായി വന്നത്. അതുകൊണ്ട് വസ്ത്രത്തിലൊന്നും നമുക്ക് പ്രശംസിക്കാനില്ല കേട്ടോ. എത്ര വില കൂടിയ വസ്ത്രം ധരിച്ചാലും പ്രശംസിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ആരെയും കാണിക്കാനും കൊടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ തേജസ് നഷ്ടപ്പെട്ടുകൊണ്ട് വന്ന കാര്യമാണ്. അപ്പോൾ അരയാട ഉണ്ടാക്കിയതായിരിക്കുന്ന ഈ അത്തിയില വെയിലുറച്ചപ്പോൾ എന്താ വായിക്കുന്നത്? അത് ഉണങ്ങിപ്പോയി. അപ്പൊ ആദാം പാപം ചെയ്യുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ഇലകൾ ഉണങ്ങുന്നത് ആദാം കണ്ടിട്ടില്ല. കാരണം അങ്ങനൊരു പ്രവണത ഇല്ലായിരുന്നു. ഇലകൾ ഉണങ്ങിയിരുന്നില്ല. അപ്പൊ പാപനിമിത്തമാണ് ഇല പഴുക്കാനും ഉണങ്ങാനും ഒക്കെ തുടങ്ങിയെന്നാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഉണങ്ങിപ്പോയപ്പോൾ വീണ്ടും അവനത് അസ്വസ്ഥത തോന്നി. അപ്പോൾ ദൈവം തമ്പുരാൻ തന്നെ എന്ത് ചെയ്തെന്നാ വായിക്കുന്നത്? മൃഗത്തിന്റെ തോല് കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ദൈവം ഉടുപ്പിച്ചു എന്നാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു ധ്വനി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ? എബ്രായ ലേഖനം 9-ാം അധ്യായം 22-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥ കാണാൻ കഴിയും. എന്താ അത്? രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. അത് ഒരല്പം ഗൗരവമായ വിഷയമാണ്. പാപം പ്രവേശിച്ചത് തിന്നരുതെന്ന് പറഞ്ഞതായിരിക്കുന്ന വൃക്ഷഫലം തിന്നതുകൊണ്ട് പാപം പ്രവേശിച്ചത് എവിടെയാ? രക്തത്തില, മനുഷ്യന്റെ രക്തത്തില. അവന്റെ തലമുടിയിലായിരുന്നു പാപം പ്രവേശിച്ചിരുന്നതെങ്കിൽ എന്നും രാവിലെ മുടി അങ്ങ് എന്ത് ചെയ്താൽ മതിയായിരുന്നു? അങ്ങ് കളഞ്ഞാൽ മതിയായിരുന്നു. അവന്റെ ശരീരത്തിന്റെ പുറത്താണ് പാപം പറ്റിയിരുന്നതെങ്കിൽ കുളിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ പാപം എവിടെയാണ് വസിക്കുന്നത്? മനുഷ്യന്റെ രക്തത്തില. അതുകൊണ്ട് ദൈവം പറഞ്ഞ എന്താണെന്നറിയാമോ? രക്തം ചൊരിഞ്ഞു കളഞ്ഞാലേ പാപം മാറത്തുള്ളൂ. അപ്പൊ എന്റെ പാപം മോചിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു കാര്യം ചെയ്താൽ മതി. ഏതാ? എന്റെ രക്തം കളഞ്ഞാൽ മതി. പക്ഷെ ഒരു കാര്യം, രക്തത്തിൽ ജീവൻ കൂടെ അടങ്ങിയിട്ടുണ്ട്. പാപം പോകുന്നതിന്റെ കൂടെ എന്തു പോകും? ജീവൻ പോകും. അതുകൊണ്ട് പഴയ നിയമത്തിൽ
ദൈവം വെച്ചതായിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ചാണ് മൃഗങ്ങളെ അറുത്ത് അഥവാ രക്തം ചൊരിഞ്ഞ് യാഗം കഴിക്കണമെന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ ഉണ്ടാകുവാനായിട്ട് ഇടയായി. അപ്പം വീണുപോയതായിരിക്കുന്ന മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം തന്നെ അവിടെ ഒരു വാഗ്ദത്തം കൊടുക്കുന്നത് കാണാൻ കഴിയും. എന്താണ്? സ്ത്രീയുടെ സന്തതിയായിട്ടൊരുവൻ വരും. അതാരെ കുറിക്കുന്നു? വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ സന്തതി മുഖാന്തരം മാത്രമേ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് നടക്കുകയുള്ളൂ എന്ന് ദൈവം തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ അതിന് അറിയിപ്പ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ആദാമിന് വേണ്ടി ദൈവം തമ്പുരാൻ അവിടെ ഒരു യാഗം നടത്തി എന്നാണ് നമുക്ക് ആ തോലിൽ നിന്ന് ഗ്രഹിപ്പാൻ കഴിയുന്നതായ സംഗതി. എന്നാൽ പഴയ നിയമത്തിൽ അറുക്കപ്പെട്ടതായിരിക്കുന്ന മൃഗങ്ങളെല്ലാം, യാഗബലിയായി തീർന്ന മൃഗങ്ങളെല്ലാം വരാനുള്ളതായിരിക്കുന്ന ക്രിസ്തുവിനെയാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് നമുക്ക് ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ആ ഒരു സത്യം ഏദൻ തോട്ടത്തിൽ വെച്ച് ആര് ഗ്രഹിച്ചു? ആദാം ഗ്രഹിക്കുവാനായിട്ടിടയായി. ആദാമിൽ നിന്നുള്ളതായിരിക്കുന്ന ഈ വാർത്ത അവന്റെ മക്കളായിരിക്കുന്ന കയീനും ഹാബേലും ഗ്രഹിച്ചതുകൊണ്ടാണ് അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് എന്ത് ചെയ്തത്? യാഗം കഴിക്കുവാനായിട്ട് ഇടയായത്. അപ്പോൾ ഓർത്തോണം, ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. കാരണം ഒരു രക്തച്ചൊരിച്ചിലുള്ള യാഗമാണ് ആര് നടത്തിയത്? ഹാബേൽ. അവന് യാഗത്തിന് വേണ്ടി കൊണ്ടുവന്നത് എന്തിനെയാണ്? ആട്ടിൻകുട്ടിയെയാണ്. എന്നാൽ കയ്യിൽ കൊണ്ടുവന്നത് മൃഗത്തെ അല്ല, അവന്റെ കൃഷിഫലത്തിൽ നിന്ന് ഉള്ളതായിരിക്കുന്ന വസ്തുക്കളാണ് അവൻ യാഗത്തിന് വേണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ ആദാമിൽ നിന്ന് ഗ്രഹിച്ചതായിരിക്കുന്ന ഈ സത്യം അറിയാവുന്നിട്ടും കയീൻ അതനുസരിച്ചില്ല, അവനത് നന്മയായിട്ട് ചെയ്തില്ല. അതുകൊണ്ടാണ് കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതെ പോയത്. അങ്ങനെയാണെങ്കിൽ യാഗത്തിന്റെ ഒരു ഉൽപ്പത്തി അങ്ങനെ ആ ഭാഗത്ത് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. എന്നാൽ പഴയ നിയമത്തിൽ നടന്ന യാഗങ്ങളെല്ലാം വരുവാനുള്ളതായിരിക്കുന്ന മശിഹായുടെ കാൽവറിയിൽ നടന്ന പരമയാഗമാണ് സൂചിപ്പിക്കുന്നതെന്നുള്ള കാര്യം വേദവിദ്യാർത്ഥികളായിരിക്കുന്ന എല്ലാവരും ഈ അവസരത്തിൽ ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ഇടയായത്. യാഗപീഠത്തോടുള്ള ബന്ധത്തിൽ യാഗത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് ഇങ്ങനെയാണ് ബൈബിളിൽ നിന്നും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഈ യാഗപീഠത്തിന്റെ നിർമ്മാണത്തെ സംബന്ധിച്ച് നാം ഒരല്പകാര്യം കൂടെ ചിന്തിച്ചാൽ, യാഗപീഠ നിർമ്മാണം, അതൊരു ഹെഡിങ് ആയിട്ട് എഴുതിയ കുഴപ്പമില്ല. യാഗപീഠ നിർമ്മാണം. ഖദിരമരം കൊണ്ടും താമ്രം കൊണ്ടുമാണ് യാഗപീഠം നിർമ്മിച്ചത്. അപ്പോൾ അതിനകത്ത് മരം വന്നു, താമ്രം വന്നു, ഈ രണ്ട് വസ്തുക്കൾ വന്നു. അതിന്റെ ഒരു മീനിങ് പറഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഇവിടെ മരം എന്നുള്ളത് മനുഷ്യത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യത്വം, മനുഷ്യനെ മരത്തോട് സാമ്യപ്പെടുത്തി ദൈവത്തിൽ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ഒരു വ്യക്തമായ കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ യാഗപീഠം യേശു ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്. യാഗപീഠം ആരെ കുറിക്കുന്നു? യേശു ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ യാഗപീഠത്തിൽ മരം അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന മനുഷ്യത്വത്തെയാണ് ഈ ഖദിരമരം സൂചിപ്പിക്കുന്നത്. കർത്താവ് തന്നെ പറയുന്നില്ലേ, പച്ചമരത്തോട് ഇങ്ങനെയാണെങ്കിൽ ഉണങ്ങിയതിനോട് എന്തായിരിക്കും എന്ന് പറയുന്നില്ലേ? അപ്പോൾ യാഗപീഠം യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുമ്പോൾ യാഗപീഠത്തിൽ അടങ്ങിയിരിക്കുന്ന ഖദിരമരം യേശുവിനുള്ളതായിരിക്കുന്ന മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നു. യേശുവിനെ സംബന്ധിച്ച് മുള എന്നൊരു വാക്ക് പുസ്തകത്തിലുണ്ട്. ദാവീദിന്റെ മുള, യിരെമ്യാ പ്രവചനം 23-5 വാക്യത്തിൽ ദാവീദിന്റെ മുളയായിട്ടാണ് യേശു വന്നതെന്ന് പറയുന്നു. അപ്പോൾ ഒരു വൃക്ഷത്തോട് സാമ്യപ്പെടുത്തിയാണ് അവിടെ യേശുവിനെ ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ യേശുവിൽ അടങ്ങിയിരിക്കുന്ന മനുഷ്യത്വത്തെയാണ് ആ ഭാഗം സൂചിപ്പിക്കുന്നത്. ഇനി ഇത് പൊതിഞ്ഞിരിക്കുന്ന താമ്രം യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ദൈവത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ യാഗപീഠം നിവർത്തി വെച്ച് അതിനകത്ത് മുഴുവൻ മണൽ നിറച്ച് അതിന്റെ പുറത്താണ് വിറകടുക്കി ആ വിറകിന് തീ കൊടുത്തിട്ട് യാഗവസ്തു അതിനകത്ത് ദഹിക്കുന്നത്. മനസ്സിലായല്ലോ? യാഗപീഠം കൊള്ളയാ കേട്ടോ, അതിനകത്തൊന്നുമില്ല. അപ്പോൾ യാഗപീഠം സ്ഥാപിക്കുന്ന സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിൽ യാഗപീഠത്തിന്റെ വക്കോളം അവരെന്ത് ചെയ്യും? മണല് നിറയ്ക്കും. മണല് നിറച്ചിട്ട് വിറകെടുക്കും. വിറകടുക്കി അതിന്റെ മേൽ യാഗവസ്തു വെച്ചിട്ടാണ് തീ കൊടുത്ത് ദഹിക്കുന്നത്. ഞാൻ മുമ്പേ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. തീക്കലശം, അത് യാഗപീഠത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണെന്ന് അതിന്റെ അർത്ഥം പറയാൻ മറന്നുപോയി. തീക്കലശം ഇല്ലേ? തീക്കലശം എന്ന് പറഞ്ഞില്ലായിരുന്നു, അത് വിട്ടുപോയതാണ്, സോറി. അപ്പൊ തീക്കലശം എന്തിനാണെന്നറിയാമോ? അത് ദൈവത്തിൽ നിന്നിറങ്ങി വന്ന തീയാണ്. സമാഗമന കൂടാരം നിവർത്തി അതിനകത്ത് ആദ്യത്തെ യാഗം നടക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നാണ് തീ ഇറങ്ങി വന്നത്. ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചതേ ഉള്ളൂ, അത് ആദ്യം നമ്മൾ അവിടെ ചേർക്കേണ്ടതാണ്, അതിന്റെ ഉപകരണത്തോടുള്ള ബന്ധത്തിൽ ചേർക്കേണ്ടതാണ്. അവിടെ തീക്കലശം എന്ന് പറയുന്നത് ദൈവം കത്തിച്ചതായിരിക്കുന്ന തീ ആണ്. തുടർന്ന് എല്ലായിടങ്ങളിലും യാഗപീഠത്തിൽ കത്തിക്കേണ്ടത്. അതിന് തീ സൂക്ഷിച്ച് അവരുടെ യാത്രാ മധ്യത്തിൽ തീ സൂക്ഷിച്ചു വെച്ചതായ ഉപകരണമാണ് ഏത്? തീക്കലശം. വേറെ അന്യാഗ്നി അവിടെ കത്തിക്കാൻ പാടില്ല കേട്ടോ. ആ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന തീയാണ് ആദ്യം കത്തിയതെങ്കിൽ ആ തീയ് അവരുടെ യാത്രയിലെല്ലാം അത് സൂക്ഷിച്ചുകൊണ്ട് നടന്ന പാത്രമാണ് തീക്കലശം. ആ തീ അതിനകത്ത് കത്തിക്കാൻ പാടുള്ളൂ. അപ്പോൾ മടങ്ങി വരാം. യാഗപീഠത്തിൽ ഉണ്ടായിരുന്ന ഖദിരമരം യേശുക്രിസ്തുവിലുള്ള മനുഷ്യത്വത്തെയും അത് പൊതിഞ്ഞിരുന്നതായ താമ്രം യേശുവിനുള്ളതായിരിക്കുന്ന ദൈവത്വത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തു ഒരു മനുഷ്യനായിരുന്നു ലോകത്തിൽ വന്നപ്പോൾ. അതേ സമയം കർത്താവ് ആരായിരുന്നു? ദൈവവുമായിരുന്നു. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിട്ടാണ് യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ആ മനുഷ്യനായിരുന്ന ക്രിസ്തു ക്രോധാഗ്നിയായിരുന്ന ക്രൂശ് മരണത്തിലൂടെ കടന്നുപോയിട്ടും താമ്രം തീയിൽ വെന്തുപോകാതെ അത് വെളിയിൽ വരുന്നത് പോലെ യേശു മരണത്തെ ജയിച്ച് അവൻ വെളിയിലേക്ക് ജയശ്രീലാളിതനായിട്ട് വരുവാനിടയാണ്. മരണം കൊണ്ട് യേശുവിനെ തകർക്കുവാൻ കഴിഞ്ഞില്ല. മരണത്തെ ജയിച്ച ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് ആര് മാത്രമാണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവ് മാത്രമാണ്. അപ്പോൾ അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് കാണിക്കുന്നത് അവൻ ദൈവമാണെന്നാണ്. യേശുവിന്റെ
ലോക ജീവിതത്തിൽ യേശു കരഞ്ഞു, അത് മനുഷ്യത്വമാണ്. യേശുവിന് വിശന്നു, അത് മനുഷ്യത്വമാണ്. യേശു ഉറങ്ങി, അത് മനുഷ്യത്വമാണ്. യേശുവിന് ദാഹിച്ചു, അതെല്ലാം മനുഷ്യത്വമാണ് കേട്ടോ. എന്നാൽ അവൻ മരിച്ചവരെ ഉയർപ്പിച്ചു, അവൻ രോഗികളെ സൗഖ്യമാക്കി, അവൻ കടലിന്റെ മീതെ നടന്നു, അവൻ പ്രകൃതിയെ ശാസിച്ചു, കാറ്റിനെ ശാസിച്ചു, അവൻ മരണത്തിൽ നിന്ന് ഉയർത്തു. അതെല്ലാം യേശുവിന്റെ ദൈവത്വത്തെയാണ് അതേ അവസരത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. ഇനി യാഗപീഠത്തെ സംബന്ധിച്ചുള്ള ആത്മീയ ചിന്തയാണ് നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത്. യാഗപീഠത്തെ സംബന്ധിക്കുന്ന ആത്മീയ ചിന്തകൾ. ഒന്ന്, യാഗപീഠം സമാഗമന കൂടാരത്തിൽ ഒന്ന് മാത്രം, ഒറ്റ യാഗപീഠമേ പണിയാൻ വ്യവസ്ഥയുള്ളൂ. ഹോമയാഗമായാലും ഭോജനയാഗമായിരുന്നാലും അതെല്ലാം അവരെവിടെ കൊണ്ടുവരണം? സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരണം. അത് യാഗപീഠത്തിന്മേൽ കൊണ്ടുവന്നാണ് അത് സമർപ്പിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ബോധിച്ചോടത്തൊക്കെ യാഗപീഠം പണിയാൻ വ്യവസ്ഥയില്ല എന്ന അർത്ഥം. അത് ദൈവം കൊടുക്കുന്ന ഒരു പ്രമാണമാണ്. ആവർത്തനം 12:13 ബോധിച്ചിടത്തൊക്കെയും യാഗം കഴിച്ചുകൂടാ എന്ന് ദൈവം കൊടുത്ത വ്യവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ യാഗപീഠം യേശുവിനെ കുറിക്കുന്നെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ദൈവത്തോടുള്ളതായിരിക്കുന്ന സാമീപ്യവും പാപമോചനവും പ്രാപിക്കുവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് യേശുവിൽ കൂടെ മാത്രം. അതാണ് യാഗപീഠം ഒന്ന് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്താ? പാപമോചനമായിരുന്നാലും ദൈവത്തിന്റെ സാമീപ്യമായാലും ഒരുവൻ ആവശ്യമാണെങ്കിൽ അതിന് ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, ഒരൊറ്റ മാർഗം. അത് യേശു ക്രിസ്തുവിലൂടെ ഉള്ളതായ മാർഗമാണ്. അത് സാധിച്ചെടുത്തത് കർത്താവിന്റെ ക്രൂശ് മരണത്താലാണ്. വീണ്ടും ജനനമായിരുന്നാലും നീതീകരണമായിരുന്നാലും വീണ്ടെടുപ്പായിരുന്നാലും എല്ലാം നമുക്ക് സാധ്യമാക്കി തീർത്തത് യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ മാത്രമാണ്. അല്ലാതൊരു വഴി വേറെ ലോകത്തിൽ ഇല്ല. കർത്താവ് തന്നെ പറഞ്ഞത് എന്തോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുവാൻ കഴിയത്തില്ല. അതാണ് അവിടെ യാഗപീഠം ഒന്ന് മാത്രം എന്ന് പറയാൻ കാരണം. ആദ്യം പറഞ്ഞൊരു കാര്യം ഓർമ്മയിലുണ്ടല്ലോ, യാഗപീഠത്തിന് 4 വശത്തേക്കും തിരിഞ്ഞു നിൽക്കുന്ന 4 കൊമ്പുകളുണ്ട്. യാഗപീഠത്തിന്റെ കൊമ്പുകൾ, അതാണ് രണ്ടാമത്തെ പഠനം. യാഗപീഠത്തിന്റെ കൊമ്പുകൾ 4 വശങ്ങളിലേക്കും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും തിരിഞ്ഞു നിൽക്കുന്ന 4 കൊമ്പുകൾ യാഗപീഠത്തിന്റെ 4 മൂലയ്ക്കും നിർമ്മിച്ചിരുന്നു. അതിനെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയാനുള്ളത്. അതിന്റെ അർത്ഥം പറയാൻ പോവുക. കൊമ്പുകൾ എന്തിനുപയോഗിക്കുന്നു, അല്ലെങ്കിൽ കൊമ്പ് എന്തിനെ കാണിക്കുന്നു? ഒന്ന്, യാഗമൃഗത്തെ കെട്ടുവാൻ. 118-ാം സങ്കീർത്തനം 27-ാം വാക്യം. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു മൃഗവുമായിട്ട് പ്രാകാരത്തിലോട്ട് കയറി വരുമ്പോൾ മറ്റൊരു മൃഗത്തെ അവിടെ അറുക്കുന്നതായിരിക്കും അപ്പോൾ ആ മൃഗം കാണുന്നത്, കയറി വരുന്ന മൃഗം കാണുന്നത്. അതിന്റെ ദീനരോദനം ആ വരുന്ന മൃഗം കേൾക്കും. അപ്പോൾ ഈ കൊണ്ടുവന്ന മൃഗത്തിന് ഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത് അവിടുന്ന് ഓടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓടിപ്പോകാതിരിപ്പാൻ, ഭയം നിമിത്തം ഓടിപ്പോകാതിരിപ്പാൻ എന്ത് ചെയ്യണം?
യാഗപീഠത്തിന്റെ കൊമ്പിൽ ഈ മൃഗത്തെ കെട്ടിയിടണം. ഇവിടെ ഒരു വലിയ സത്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിന് വേണമെങ്കിൽ ക്രൂശ് മരണത്തിന് രക്ഷപ്പെടത്തില്ലായിരുന്നു, തീർച്ചയായും. പക്ഷേ ക്രൂശ് മരത്തോട് ചേർത്ത് യേശുവിനെ അടിച്ച് ആണികളല്ല കർത്താവിനെ ക്രൂശുമരവുമായിട്ട് ബന്ധിപ്പിച്ചത്. വാസ്തവത്തിൽ അത് നമ്മോടുള്ളതായിരിക്കുന്ന സ്നേഹമാണ്. നിത്യമായി സ്നേഹിച്ച ആ സ്നേഹമാണ് വാസ്തവത്തിൽ ക്രൂശ് മരണവുമായിട്ട് കർത്താവിനെ എന്ത് ചെയ്തത്? ബന്ധിച്ചത്. അവനവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറാച്ചുളക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തന്നെത്താൻ നിർത്തേണ്ടത് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ ക്രൂശ് മരത്തിന് തന്നെത്താൻ യേശു എന്ത് ചെയ്തതാ? ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. എന്താ കാരണം? മാനവരാശിയോടുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ നിത്യസ്നേഹമായിരുന്നു അതിന്റെ കാരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്രൂശ് മരണമാണ് യാഗപീഠത്തെ സൂചിപ്പിക്കുന്നതെങ്കിൽ ആ ക്രൂശിനോട് ചേർത്ത് ബന്ധിച്ചത് യാഗപശുവിനെ കയറുകൊണ്ട് യാഗപീഠത്തോട് ചേർത്ത് കെട്ടുന്നത് പോലെ നമുക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്തതാണ്? ആ സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടതായിരുന്നുവെന്നാണ് അതിൽ നിന്ന് നമുക്ക് ആത്മീയമായി ചിന്തിക്കുവാനുള്ളത്. ഈ കൊമ്പിന്റെ മറ്റൊരു ഉപയോഗം, യാഗപീഠത്തിന്റെ കൊമ്പിന്റെ മറ്റൊരു ഉപയോഗം 2, ഈ കൊമ്പ് അഭയസ്ഥാനമായിരുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? അഭയസ്ഥാനമായിരുന്നു പറയാൻ കാരണം, ഇസ്രായേൽ മക്കളുടെ യാത്രാമധ്യത്തിൽ, മരുഭൂമിയിലെ യാത്രാമധ്യത്തിൽ അബദ്ധവശാൽ ഒരുവൻ മറ്റൊരുവനെ കൊന്നാൽ, അബദ്ധവശാൽ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാമോ? ഇപ്പൊ ഒരാള് കോടാലി ഉപയോഗിച്ച് വിറക് കീറുകയായിരുന്നിരിക്കട്ടെ, ഉണങ്ങിക്കിടന്ന് വിറക് കുത്തിക്കീറുക. അങ്ങനെ കീറിയ സമയത്ത് ഈ കോടാലിയുടെ കയ്യിൽ നിന്ന് കോടാലി ഊരിപ്പോയി, നേരെ ഫ്രണ്ടിൽ നിന്ന് ഒരാളുടെ തലയിൽ ചെന്ന് വീണു. അങ്ങനെ ഒരു മരണം സംഭവിച്ചെന്നിരിക്കട്ടെ, അതാ അബദ്ധവശാലുള്ള മരണം അങ്ങനെ പറയാൻ കാരണം. അങ്ങനെയുള്ള മരണങ്ങൾ എന്ന് പറഞ്ഞാൽ മുമ്പേ തീരുമാനിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നേരത്തെ ചിന്തിച്ചിട്ടോ ഉള്ള ഒരു മരണമല്ല, അബദ്ധവശാൽ സംഭവിച്ചെന്നിരിക്കട്ടെ അങ്ങനെ ഒരു മരണം. മരിച്ചുപോയതായ വ്യക്തിയുടെ ബന്ധപ്പെട്ട വ്യക്തിക്ക് എന്ത് ചെയ്യാം? ഈ വിറക് കീറിയവനെ കൊല്ലാം. അങ്ങനെയായിരുന്നു പഴയ നിയമത്തിലെ പ്രമാണം, അല്ലേ? പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, ഇങ്ങനെയായിരുന്നു പഴയ നിയമത്തിലെ പ്രമാണം. അപ്പൊ അബദ്ധവശാൽ ഒരുവനെ കൊന്നുപോയാൽ അവന്റെ കൊല്ലപ്പെട്ടവന്റെ ബന്ധു രക്തപ്രതികാരം ചെയ്യാം. അവന് വേണമെങ്കിൽ ഈ കൊന്നവനെ കൊല്ലാം. പക്ഷേ അവൻ ഓടി വന്ന്, ഈ കൊന്നവനുണ്ടല്ലോ, ഓടി വന്ന് യാഗപീഠത്തിന്റെ കൊമ്പിൽ പിടിച്ചു കഴിഞ്ഞാൽ അവനെ ആർക്കും ഒന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല. അതൊരു ദൈവം വെച്ച പ്രമാണമായിരുന്നു. അപ്പോൾ അങ്ങനെ രക്തപ്രതികാരകനിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അഭയം പ്രാപിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു യാഗപീഠത്തിന്റെ കൊമ്പ്. അത് പുറപ്പാട് ദിവസം 21 അധ്യായം 12 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പുറപ്പാട് 21 12 തൊട്ട് 14 വരെ.
ഇതൊരു വലിയ സത്യത്തെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, അല്ലേ? ആദാം മുഖാന്തരമാണ് ലോകത്തിൽ പാപം പ്രവേശിച്ചത്. പാപത്തിന്റെ ശമ്പളം എന്താണ്? മരണം. എന്റെ ആത്മീയ ചിന്തയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു പാപി പാപം ചെയ്യുന്നത് മുഖാന്തരം അവൻ മരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. പാപത്തിന്റെ ശമ്പളം മരണം. അപ്പോൾ പാപം ചെയ്യുന്ന ദേഹി എന്ത് ചെയ്യണം? മരിക്കണം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏക മാർഗം ആണ് യേശുവിന്റെ കാൽവറി മരണം. മനസ്സിലായല്ലോ? ക്രിസ്തുവിൽ ആശ്രയിച്ച് കടന്നു വരുന്ന ഏവർക്കും ന്യായവിധിയാകുന്ന മരണം നിന്നേക്കുള്ള പ്രവേശനം കൊടുക്കുന്നത് നമ്മുടെ കർത്താവ് മുഖാന്തരം. റോമാലേഖനം 8:1 അതുകൊണ്ടാണ് വായിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം.